പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവപരിത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ജീവിതത്തിൽ ചില മുറിവുകൾ വരുമ്പോഴും അതിനകത്ത് ദൈവത്തിൻ്റെ നന്മ കാണുവാൻ കഴിയുന്നവർ വളരെ ചുരുക്കമാണ്. ഇന്നത്തെ ലോകത്തിൽ വളരെ റിപ്പീറ്റഡ്ലി മിക്ക മനുഷ്യരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം എന്തുകൊണ്ടാണ് ഇത് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതെന്ന്. വേദനയും കഷ്ടതയുമൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ നന്മയെപ്പറ്റി തിരുവചനം എന്തെല്ലാം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേദന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ? ദൈവത്തിൻ്റെ നന്മ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളെയും മാറ്റിമറിക്കുന്നതായിരിക്കും. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമർ 5:12, റോമൻസ് 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 2 തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലർ ഒരു ട്രാജഡി സംഭവിച്ചിട്ട് കറൻ്റ്ലി അതുമൂലം സഫർ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ചിലരുണ്ട്, അവർ അധികം താമസിയാതെ ഒരു ട്രാജഡി ഫേസ് ചെയ്ത് സഫർ ചെയ്യാൻ പോകുന്നവരായിരിക്കും. അത് ചിലപ്പോൾ ഫേറ്റലിസ്റ്റിക് ആയിരിക്കാം, പക്ഷേ അതൊരു സിമ്പിൾ റിയാലിറ്റിയാണ്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്, വൈ? എന്തിനാ ഈ വേദന? എന്തിനാ ഈ കഷ്ടത? എന്തിനാ ഈ ലോകത്തിൽ ഇങ്ങനെ ദുഷ്ടത? മിക്കവരും നിർബന്ധത്താൽ ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്, ദൈവം നന്മ മാത്രം ചെയ്യുന്നവനാണെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ അവൻ എന്തിനാണ് സഫറിങ്ങും ഈവിളും ഒക്കെ പടർന്നു പോകുവാൻ അനുവദിക്കുന്നത്? ഇത് ഇന്നിപ്പോൾ നമ്മൾ ചോദിക്കുന്നതല്ല, ലോകത്തിൻ്റെ അവസാനം വരെ മനുഷ്യർ ചോദിച്ചു എന്നിരിക്കും. ഇറ്റ് ഈസ് നാച്ചുറൽ ഫോർ us to question someone's love if the person does not seem to care. എന്നാൽ അതേ സമയം ഞാനൊരു കാര്യം പറയാം, നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം, എക്സ്ട്രീംലി കെയർഫുള്ളായിരിക്കണം. എന്തിനാണെന്നറിയാമോ? ചില നിഗമനത്തിലേക്ക് നമ്മളങ്ങ് എത്തിച്ചേരും. അതായത് വിൽ ജമ്പ് ഇൻ ടു സം കൺക്ലൂഷൻസ്. ഒന്നും കണ്ടുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാൻ പോകരുതേ. നമ്മൾ തുടങ്ങേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ഈവിൾ അലൗ ചെയ്യുന്നതെന്നല്ല, എവിടുന്നാണ് ഈ ഈവിൾ വരുന്നത്? ഉൽപ്പത്തി പുസ്തകം, ഹോൾ ബൈബിളിൻ്റെ ഏറ്റവും ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം നാം നോക്കുമ്പോൾ, ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള സകലതും സൃഷ്ടിച്ചു, സകലത്തെയും മനോഹരമായിട്ട് കണ്ടു, ഏറ്റവും നല്ലതെന്ന് ദൈവം കണ്ടു. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചാക്കി. അവിടെ റിവേഴ്സ് ഉണ്ട്, സ്ട്രീംസ് ഉണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്, കളർഫുൾ ബേർഡ്സ് ഉണ്ട്. എന്നാൽ ഒത്തിരി വലിയ കൂറ്റൻ മൃഗങ്ങളുണ്ട്. എന്നാൽ വളരെ ജെൻറ്റിലായിട്ടുള്ള സാവധാനതയിലുള്ള മൃഗങ്ങളുമുണ്ട്. തിന്നാൻ ഒത്തിരിയുണ്ട്, കുടിക്കുവാൻ ഒത്തിരിയുണ്ട്. ഒരു പാരഡൈസായിരുന്നു. അവിടെ വേദനയില്ലായിരുന്നു, അവിടെ രോഗമില്ലായിരുന്നു, അവിടെ മരണമില്ലായിരുന്നു, ദുഷ്ടതയില്ലായിരുന്നു. എന്നിട്ട് ആ ഗാർഡൻ്റെ നടുക്ക് ഒരു ട്രീ നട്ടിരുന്നു. ആ ട്രീ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ പറയട്ടെ ആ ട്രീയുടെ പേര്, ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നന്മ തിന്മകളെ തിരിച്ചറിയുന്നതിനുള്ള ഫലം കായ്ക്കുന്ന ട്രീ. ഇതറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇന്നത്തെ അറിവെന്തവാ? വർദ്ധിച്ച് റോബോട്ട്സിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. സത്യമായിട്ടുള്ള സ്നേഹം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്നേഹം സത്യമാകുന്നത്
നമ്മെ ഒരാൾ നിർബന്ധിച്ച് സ്നേഹിക്കുന്നത് കൊണ്ടല്ല. സ്തോത്രം. നമ്മൾ സ്നേഹിക്കാനായിട്ട് നമ്മൾ റെഡിയായിട്ട് നമ്മൾ ആ സ്നേഹം തിരഞ്ഞെടുക്കുമ്പോൾ, ട്രൂ ലവ് ഈസ് ഓൺലി ട്രൂ ഇഫ് യു ചൂസ് ടു ലവ് ആൻഡ് ആർ നോട്ട് ഫോഴ്സ്ഡ്. ദൈവം നമ്മളെ ഫോഴ്സ് ചെയ്തില്ല നാം അവനെ സ്നേഹിക്കണമെന്ന്. അങ്ങനെ ദൈവം നമ്മളെ ഫോഴ്സ് ചെയ്യിച്ച് നാം അവനെ സ്നേഹിക്കുവാണെങ്കിൽ അത് ശരിക്കുള്ള സ്നേഹമല്ല. അപ്പം ആദാമിനും ഈവിനും ഒരു ചോയ്സ് കൊടുത്തു. അവർ ഫ്രീ ആയിരുന്നു, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവർക്കൊരു ഫ്രീ വില്ല് കൊടുത്തു. നമുക്കും അത് തന്നെയല്ലേ തന്നിരിക്കുന്നത്. പക്ഷേ ആദാമും ഹവ്വായും റോങ് ചോയ്സാണ് ചെയ്തത്. അവർ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് ആ ട്രീയുടെ ഫലം തിന്നു. അതുകൊണ്ട് ആ സഫറിങ് അന്ന് തുടങ്ങിയത്, ആ പെയിന് അന്ന് തുടങ്ങിയത്, പാപം മൂലം വന്നത് ഇങ്ങനെ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് ഈ ലോകത്തിൽ ഒരു സുപ്രീം വാഴ്ച പാപം നടത്തുക. എന്നാൽ നമ്മളത് പുറകോട്ട് ട്രേസ് ചെയ്താൽ അത് ആരംഭിച്ചത് എവിടെ നിന്നറിയാമോ? ഏദനിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ആരെ ബ്ലെയിം ചെയ്യാൻ പറ്റും? നാം ആദ്യം നമ്മെ തന്നെ നോക്കണം. സാത്താൻ തീർച്ചയായിട്ടുമുണ്ട്. ചോയ്സ് നടത്തിയത് നമ്മളാണ്. അതുകൊണ്ട് നമുക്ക് സാത്താനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. വി മെയ്ഡ് ദ ബാഡ് ചോയ്സ്. ദിസ് ഈസ് നോട്ട് ടു സേ ദാറ്റ് ദ പ്രസൻറ്റ് പെയിൻ യു ആർ ഗോയിങ് ത്രൂ ഈസ് യുവർ ഓൺ ഡൂയിങ്. ഞാൻ അങ്ങനെ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മിക്ക സമയങ്ങളിലും ഹൃദയവേദനയും ഹൃദയത്തിൻ്റെ ഉള്ളിലെ മുറിവുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ചോയ്സ് കൊണ്ട്. എന്നാൽ അതിൻ്റെ സോഴ്സ് ഏതാണെന്ന് നോക്കിയാൽ അത് പാവമാണ്. അല്ലാതെ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇട്ട ഒരു പാവം ആയിരിക്കത്തില്ല. നീ തന്നെ വരുത്തി വെച്ചതായിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തോണേ, നീ എതിലേക്കൂടി പോയാലും ദൈവം നിൻ്റെ കൂടെ പോകുന്നുണ്ട്. അവൻ നിൻ്റെ അടുത്തുണ്ട്. നിനക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനെ കഴിഞ്ഞും നിങ്ങൾ വിശേഷത ഉള്ളവർ. പ്രൈസ് ഗോഡ്. അതായത് കുരികിലിനെ പോലും കരുതുന്ന കർത്താവ്, കുരികിലിന് പോലും വില കൽപ്പിക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഓർക്കണേ, എത്ര ഇരുണ്ട, എത്ര വേദനാജനകമായ അനുഭവത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ ദൈവത്തിന് തൻ്റെ മഹത്വത്തെ പുറത്തു കാണിപ്പാൻ തക്കവണ്ണം ആ വേദനയെ ഉപയോഗിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ബൈബിളിൽ ഒരു വ്യക്തിയുണ്ട്, യോബ്. അല്പ കാലം കൊണ്ട് താൻ വലിയ വിപത്തിലേക്ക് വീണു. നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ഒരു കുറ്റവും അവന് പറയാൻ ഇല്ലായിരുന്നു അവനിൽ. പ്രൈസ് ഗോഡ്. അവനങ്ങ് കൊളാപ്സ് ചെയ്യുമായിരുന്നു. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പാടാം. ഹല്ലേലൂയ, വായി എന്നെല്ലാവരും ചോദിച്ചു പോകും. പക്ഷെങ്കിൽ യോബ് ദൈവത്തിന് ഒരു കുറ്റവും ആരോപിച്ചില്ല. അവൻ നിലത്ത് വീണത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ കുറ്റം പറയുവാനല്ല, ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണമാണ്. ആർക്കെങ്കിലും അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുമോ? എന്നാൽ നമ്മൾ തിരുവചനത്തിൽ കാണുന്നത് അങ്ങനെയാണ്. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. ജോൺ ചാപ്റ്റർ 1:21. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങി പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലാക്കണമേ,
സാത്താനും അവനെ അക്യൂസ് ചെയ്തു. എല്ലാ സംഗതികളും നല്ലതായിരുന്നപ്പോഴും അവൻ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. എല്ലാം മോശമായപ്പോഴും താൻ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ദൈവത്തിന് യോബിനെ, സാത്താൻ യോബിനെ അറിയാവുന്നതിൽ കൂടുതൽ അറിയാമായിരുന്നു. എന്നാൽ ഈ ട്രാജഡി, ഈ നഷ്ടവുമൊക്കെ അവൻ്റെ ജീവിതത്തിൽ വന്നത് ദൈവം അവന് അനുവാദം കൊടുത്തതുകൊണ്ട്. ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈവിൾ വരുമ്പോൾ ദൈവത്തെ നാം ബ്ലെയിം ചെയ്യരുത്. കാരണം ഈവിളായിട്ടുള്ള സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് ദൈവമല്ല, സാത്താനാണ്. പ്രൈസ് ദ ലോർഡ്. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 13 ഇങ്ങനെ പറയുന്നുണ്ട്: പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. എത്ര നല്ല ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്. ആർക്കെങ്കിലും യോബിൻ്റെ കലാമിറ്റീസിന് യോബിനെ ബ്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ സാത്താന് മാത്രമേ അത് കഴിയത്തുള്ളായിരുന്നു. ഗോഡ് ഈസ് ഗുഡ്. യോബ് നന്ദി കരയേറ്റുന്നതിലും സ്തുതി കരയേറ്റുന്നതിലും ഒക്കെ അവൻ പെർഫെക്റ്റായിട്ട് കാര്യങ്ങളെ ചെയ്യുമായിരുന്നു. ഒരു പ്രിൻസിപ്പിൾ ജീവിതത്തിലുള്ളത്: God can take what Satan and sin intend for evil and turn the situation into good. യോബിൻ്റെ കാര്യത്തിൽ ഈ ടെറിബിളായിട്ടുള്ള സംഗതികളൊക്കെ യോബിൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ യോബിൻ്റെ സ്നേഹം ഒട്ടും കുറഞ്ഞില്ല. ദൈവത്തോടുള്ള അവൻ്റെ ഭയം ഒട്ടും കുറഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നന്മ, ദൈവത്തിൻ്റെ ഗുഡ്നെസ് എത്ര വലുതായിരുന്നു. യോബിൻ്റെ സംഗതി നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ഗോഡ് ഈസ് നോട്ട് ദ ഓഥർ ഓഫ് ഈവിൾ. 2, വി കനോട്ട് ഓൾവേസ് സീ ദ ബിഗ് പിക്ചർ. മുഴുവൻ കഥയും നമുക്കറിയത്തില്ലെന്നേ, അല്പം മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ കുറ്റം ആരോപിക്കാൻ കഴിയത്തില്ല. ഈ ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവമിടയാക്കിയതിനായിട്ട് നന്ദി കരയറ്റിക്കൊണ്ട് ജീവിപ്പാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. കണ്ണടയ്ക്കാം. കർത്താവേ, ഇപ്പോൾ നടത്തുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ട് സ്തുതി, സ്തോത്രം കരയറ്റുന്നു. നീ നന്മ മാത്രം ചെയ്യുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ അവസ്ഥയ്ക്കായിട്ടും ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയ്ക്കായിട്ടും സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.